കഴിഞ്ഞ ദിവസം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പും ആ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വിശകലനവുമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഒരു ഭാവം എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ്റെ ഒരു പ്രവചനാതീത ഭാവമാണ്. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അല്ലെങ്കിൽ വാർഡ് ഇലക്ഷനൊക്കെ ഒരു സ്ഥാനാർത്ഥി കുറഞ്ഞത് ഒരു വാർഡിലെ വോട്ടറെ 5 തവണ കാണും. അദ്ദേഹത്തിൻ്റെ സ്കോഡ് ഒരു 5 തവണ കാണും. അപ്പോൾ ഒരു 10 തവണയെങ്കിലും കാണും. ഈ 10 തവണയും തങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കും ഈ പഞ്ചായത്ത് ഇലക്ഷന്, കോർപ്പറേഷൻ ഇലക്ഷന്, വാർഡിലൊക്കെ മത്സരിക്കുക. അവരോടെല്ലാം വോട്ട് ചെയ്യാം എന്ന് പറയും. ആ ബാഹ്യമായി പറയുന്ന പറച്ചിലും അവരുടെ തീരുമാനവും തമ്മിൽ എന്തായാലും ഒരുമിച്ച് പോകില്ല. കാരണം 3 ഓട്ടോ 4 ഓട്ടോ ഇല്ല, ഒരു ഓട്ടേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതൊരർത്ഥത്തിൽ ഒരു കൃത്രിമ സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ട്രെയിൻഡ് ആവുന്ന ഒരു സംഗതിയാണ്. അസംബ്ലി ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഏത് MLA ഏത് മണ്ഡലത്തിൽ എത്ര നിറഞ്ഞു നിന്നാലും ആ MLA പിന്നെയും നേരിട്ട് പരിചയമില്ലാത്ത ഒത്തിരി പേർ കാണും. അത് ഒരു സ്ഥലത്ത് അട്ടിപ്പേറ് കിടക്കുന്ന MLA ആണെങ്കിൽ പോലും ഉണ്ടാവുമെങ്കിൽ വന്നു പോകുന്ന MLA ആണെങ്കിൽ ധാരാളം പേരുണ്ടാവും. പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ ആ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഈ കഴിഞ്ഞുപോയ ഇലക്ഷൻ്റെ ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഒന്ന് ഓടി നടന്ന് തൊട്ടുതൂത്ത് തടവി വരുന്നതിന് മുമ്പേ ഇലക്ഷൻ തീയതിയും ഇലക്ഷനും കഴിഞ്ഞിരുന്നു. ഒന്ന് സ്വയം പരിചയപ്പെടാനോ അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ളതെല്ലാം ചലിപ്പിക്കാനോ ഒന്നിനും ഒരു സമയവും ഒരു സാഹചര്യവും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് ഈ ഇലക്ഷൻ്റെ അന്തിമമായ വിധി എഴുതുന്നത്. എന്തിന് ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യണം, എന്തിന് ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാതിരിക്കണം, ഈ കാരണമാണ്. അതിൽ കുറച്ച് വ്യക്തിപരമായ ഘടകങ്ങളൊക്കെ വരുമെങ്കിലും ഒരു കാറ്റ് ഉണ്ടായാൽ അത് ഈ ഘടകങ്ങളെയെല്ലാം അട്ടിമറിക്കപ്പെടും. ഇലക്ഷൻ്റെ പ്രതികരണം നമ്മൾ നോക്കിയാൽ കാണാവുന്നത് LDF ക്യാമ്പിലുള്ളവർക്ക് അവർ എണ്ണമൊന്നും പറയാൻ തയ്യാറല്ല, തുടരും എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ മറുവശത്തെ UDF ക്യാമ്പ് 100-ലധികം സീറ്റ് അല്ലെങ്കിൽ 100ഓളം സീറ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. ഞാനിന്ന് സംസാരിച്ച ചവറയിലെ UDFൻ്റെ സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ സാറ് പറഞ്ഞത് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരിക്കും എന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല, കേരളത്തിലൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റുണ്ടായിട്ടുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. UDF ക്യാമ്പിലെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ് വരുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ, ആത്മവിശ്വാസം അല്ലെങ്കിൽ സാധ്യത ഉള്ളവർ വലിയ വിജയം അവകാശപ്പെടുകയും തീരെ സാധ്യതയില്ലാതിരുന്നവർ ജയിക്കുമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. മറുവശത്ത് LDF ക്യാമ്പിൽ വളരെ ഉറപ്പോടെ മത്സരിക്കാൻ ഇറങ്ങിയവർ കടന്നുകൂടും, കടന്നുവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന തരത്തിലേക്ക് ആ മറുപടി മാറ്റപ്പെട്ടു. എന്ന് പറയുമ്പോൾ കൃത്യം പറഞ്ഞാൽ UDFന് അനുകൂലമായ ഒരു കാറ്റ് അല്ലെങ്കിൽ കുറേ കാരണങ്ങൾ വർക്കൗട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഒരു വലിയ സമൂഹം, നിഷ്പക്ഷരടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. 3 രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് കൂടി പോയാൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും അവരുടെ സർക്കാരില്ല. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇവിടെ ഇല്ലാതാവുന്നത്. തിരിച്ചു വരാം, അല്ലെങ്കിൽ പല സ്ഥലത്തും ഇനി വന്നേക്കാം. പക്ഷേ ഞാൻ തൽസ്ഥിതിയാണ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 വർഷം തന്നെ അധികാരമില്ലാതിരുന്നിട്ട് ഇനിയൊരു 5 വർഷം കൂടി അധികാരമില്ലാതിരുന്നാൽ നമ്മൾ അനിസ്പ്രയുടെ കാര്യം പറയുന്നത് പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിലേക്ക് അതങ്ങില്ലാതായിത്തീരും. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്രമേൽ സാമ്പത്തികവും സംവിധാനവും പ്രമുഖരും എല്ലാവരും മത്സരിക്കാൻ ഇറങ്ങിയിട്ടും അവർക്കൊരു നിർണായകമാവാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി അവർക്ക് കേന്ദ്ര നേതൃത്വത്തോടോ മറ്റുള്ളവരോടോ കാര്യമായൊന്നും വലുതായി വിശദീകരിക്കാനാവില്ല. കാരണം ന്യൂനപക്ഷ നേതാക്കളെ എല്ലാം തപ്പിപ്പറക്കിയെടുത്തു. ക്രൈസ്തവ മേഖലയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചു. ഇത്തരം ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇനി ഫലപ്രദമായില്ലെങ്കിൽ അവർക്ക് സമീപിക്കാനും ഒക്കില്ല. UDFൻ്റെ പ്രതീക്ഷ പ്രധാനമായും അവർ ചുറ്റിത്തിരിയുന്നത് ഈ 10 വർഷത്തെ സർക്കാരുണ്ടാക്കിയ മടുപ്പിൽ തന്നെയാണ്. ഒരു ആൻറ്റി പിണറായി വേവ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ആൻറ്റി കമ്മ്യൂണിസ്റ്റ് അല്ല, ആൻറ്റി പിണറായി വേവ് ആണെന്നാണ് പറയുന്നത്. 1-ാം പിണറായി സർക്കാർ അവസാനിക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻ ഭാവവും രക്ഷപ്പെടുത്തിയ ആളും കുടുംബങ്ങളോട് നേരിട്ട് സംവദിക്കുന്ന ഒരാളെന്ന പിക്ചറിൽ നിന്ന് 2-ാം പിണറായി സർക്കാർ എത്തുമ്പോഴേക്കും അതിന് മറ്റൊരു ചിത്രമായി രൂപപ്പെട്ടു. അല്ലെങ്കിൽ LDF അവകാശപ്പെടുന്നത് പോലെ ബോധപൂർവം രൂപപ്പെടുത്തി
എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ന്യൂനപക്ഷ സമുദായത്തിന്, മുസ്ലിം സമുദായത്തിനുണ്ടായ വലിയ എതിർപ്പാണ്. ആ എതിർപ്പിൻ്റെ ഒരുപാട് കാരണങ്ങളൊക്കെ പലരും പറയുന്നെങ്കിലും പ്രധാനമായും അതുണ്ടായത് ഈ SNDPയുടെ യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനോട് സ്വീകരിച്ച നിലപാടും അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിൻ്റെ അതിനോട് സ്വീകരിച്ച നിലപാടും പിന്നെ അതോടൊപ്പം തന്നെ PM ശ്രീയിൽ ഒപ്പിട്ട നടപടിയും അതടക്കമുള്ള നിരവധി കാരണങ്ങൾക്കകത്തേക്ക് ഈ മുഖ്യമന്ത്രിയുടെ കേസ് മാത്രം മാറ്റിവെക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഡീലിൻ്റെ രീതി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന തരത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു. ആ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കാറിൽ കയറ്റി ഇരുത്തി മുഖ്യമന്ത്രി കൊണ്ടുപോകുന്നത് അത് വളരെ സ്വാഭാവികമായൊരു സംഗതിയായി പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടില്ലെങ്കിലും അത് തങ്ങളുടെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്ന ഒന്നായി മുസ്ലിം സമുദായം കണ്ടു. മുസ്ലിം സമുദായം നമുക്കറിയാവുന്നതുപോലെ വൈകാരികമാണ്. അവർ പ്രതീക്ഷയോടെ 1-ലും 2-ലും പിണറായിയെ പിന്തുണച്ചവർ പക്ഷേ 3-ൽ വളരെ സംഘടിതമായി തിരിഞ്ഞ് വോട്ട് ചെയ്തു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്, കണക്കാക്കപ്പെടുന്നത്. മറ്റൊരു ന്യൂനപക്ഷ വിഭാഗമാണ് ക്രൈസ്തവ വിഭാഗം. അതിലും ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി മുമ്പെങ്ങുമില്ലാത്ത വിധം, പ്രത്യേകിച്ച് ഈ പറയുന്ന മാണിസാറിൻ്റെ മരണത്തിന് ശേഷം സഭയൊക്കെ ഒന്നാകെ ഒരു LDF അനുഭാവത്തോടു കൂടി നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അവർ നിലപാട് മാറ്റി. അവർക്കിടയിലേക്ക് മുസ്ലിം ക്രൈസ്തവ സ്പർദ്ധ പോലും ഉണ്ടായിട്ടും അതും മറികടന്നവർ കോൺഗ്രസിനോടൊപ്പം നിന്നതിൻ്റെ ഒരു കാരണം, ഇത് ഞങ്ങളുടെ ഒരു പാർട്ടി ആയിരുന്നു ഈ കോൺഗ്രസ്, ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു, ഇനിയും തോൽക്കുന്നത് അത് നശിച്ചു പോകും, നശിക്കത്തക്ക പാവമൊന്നും കോൺഗ്രസ് ചെയ്തില്ല എന്ന് പറയുന്നൊരു വൈകാരികത സഭാപിതാക്കന്മാരിലും ബാക്കിയുള്ളവരിലും അതിൻ്റെ നേതാക്കളും മറ്റും ഉണ്ടാക്കുകയുണ്ടായി. നിരന്തരമായ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും സന്ദർശനവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലും ഒക്കെ അത് സാധ്യമാക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവർ അത്തരമൊരു ചിന്തയിലേക്ക് വന്നു എന്ന് മാത്രമല്ല, ഒരു ചെറുതെങ്കിലും ഒരു കമൻറ്റബിൾ പീസ് BJPയോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യസമയത്ത് ആ പുറത്തു വന്ന FCRയും അതിനു മുമ്പ് തന്നെ മുനമ്പത്ത് അവർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചത് നടക്കാതിരിക്കുകയും കന്യാസ്ത്രീകളെയും പിതാക്കന്മാരെയും ഒക്കെ ഈ പറയുന്നത് പോലെ അവിടെ ആക്രമിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം അത് ഏറ്റവും ഒടുവിൽ FCRയിൽ തങ്ങൾക്ക് വരുന്ന വരുമാനത്തിലൂടെ മുഴുവൻ സ്ഥാപനങ്ങളും പിടിച്ചെടുക്കും എന്ന അർത്ഥത്തിലേക്ക് സഭയും സഭാപത്രങ്ങളും പിതാക്കന്മാരുമൊക്കെ നിലപാട് സ്വീകരിച്ചതോടുകൂടി അവരും BJPയെ കൈവിട്ട് അവരുടെ പരമ്പരാഗതമായ കോൺഗ്രസ്സിലേക്ക് മടങ്ങി വന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കേരളത്തിൽ മുഴുവൻ കട്ട് അക്രോസ് ഒരു ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടായി എന്നാണ് പറയുന്നത്. മറിച്ച് ഭൂരിപക്ഷ വിഭാഗത്തിലോ CPMന് സഹായം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന വെള്ളാപ്പള്ളി നിസ്സഹായനായി. NSSനാകട്ടെ ശബരിമല ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വളരെ പ്രകടമായി വന്ന് LDFന് പിന്തുണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ഇതിനേക്കാളൊക്കെ ഉപരി കേന്ദ്ര നേതൃത്വം വളരെ ആസൂത്രിതമായി CSI വിഭാഗത്തിലെ നാടാർ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഭാരവാഹിയായ ഒരാളെ കന്യാകുമാരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി. അതിൻ്റെ ഇമ്പാക്റ്റ് തിരുവനന്തപുരത്ത്, നെയ്യാറ്റിൻകര, പാറശാല, അരുവിക്കര, കാട്ടാക്കട തുടങ്ങിയ മേഖലകളിലൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥിതിവിശേഷം വന്നു. നമ്മൾ ഈ ചെസ്സ് കളിക്കുമ്പോൾ ചില വൈസ് മൂവ് അല്ലെങ്കിൽ സ്മാർട്ട് മൂവ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സ്മാർട്ട് മൂവായിരുന്നു ആ സംഗതി. ഇതാണ് ഇതിൻ്റെ എൻജിനീയറിംഗ് സംഗതിയിൽ സംഭവിച്ചൊരു കാര്യം. ഇതിനേക്കാളൊക്കെ കൂടെ ഈ പറയുന്ന ഒരു ആൻറ്റി പിണറായി ഫീലിംഗ് പലയിടങ്ങളിലും ക്രിയേറ്റ് ചെയ്തു. അതിന് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് എന്ന് പറയുന്നതിനപ്പുറം ഒരു ഗ്രൂപ്പിനോടൊപ്പമാണെന്ന് ചർച്ച ചെയ്യപ്പെട്ടു. ഇതെല്ലാം സാധൂകരിക്കുന്ന നിലയിൽ ഈ ഇലക്ഷൻ നടത്താൻ ബൂത്തുകളിലേക്ക് ഫണ്ടെത്തിയില്ലെങ്കിലും വളരെ ആസൂത്രിതമായി സൈബർ വിങ്ങിൽ നിന്നോ PR ടീമിൽ നിന്നോ കേരളത്തെ അമ്പരപ്പിക്കുന്ന കൂറ്റൻ ബോർഡുകൾ, മലയാളി എന്നൊക്കെ പറയുന്ന ഒരു സവിശേഷമായ ഒരിക്കലും മനസ്സിലാവാത്ത മനഃശാസ്ത്രത്തിൻ്റെ ഉടമയുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ അവരൊരാളിനെ വല്ലാതെ അംഗീകരിക്കുന്നതായി തോന്നും, അതിനൊരു പാകമുണ്ട്, ഒരു പരുവം. ആ പരുവത്തിനപ്പുറത്തേക്ക് അദ്ദേഹം ഉയരുന്നു എന്ന് തോന്നിയാൽ ഓർക്കണം നിങ്ങൾ, കരുണാകരനെ തോൽപ്പിച്ച മലയാളിയാണ്, VSനെ തോൽപ്പിച്ച മലയാളിയാണ്. എല്ലാം പൊളിറ്റിക്കൽ ഓപ്പറേഷൻ ആണെന്ന് പറയുമ്പോഴും മന്ത്രിയായിരുന്ന K മുരളീധരൻ തോറ്റുപോയ ഇലക്ഷനുകൾ കണ്ടതാണ് മലയാളിയുടെ മനോഭാവം. അപ്പോൾ ആ സംഗതികളൊക്കെ ഗുണകരമായില്ല എന്നാണ് അനുമാനം. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാനൊക്കൂ. ഇനി ഇലക്ഷൻ നടത്തുന്ന രീതി നോക്കിയാൽ, നടന്നു പോയ രീതി നോക്കിയാൽ
പല മണ്ഡലങ്ങളിലും CPM സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് പതിവ് രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങളോ മിഷനറിയോ ഏകോപിച്ചില്ല. അത് ഏകോപിപ്പിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ 10 കൊല്ലമായതോടുകൂടി ഒരുപാട് നിരാശരായ ആളുകളുണ്ടായി. പാർട്ടി ഉണ്ടായിട്ട് ഞങ്ങൾക്കെന്ത് കിട്ടി എന്ന് പറയുന്ന ഒരു ചിന്ത. മറുവശത്ത് UDFൻ്റെ മിഷനറി ഒരു ദാഹം പോലെ വർക്ക് ചെയ്തു ഉള്ള സ്ഥലങ്ങളിലെല്ലാം. ഇനി പാർട്ടി കൊള്ളാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ, ഒരു ഉപയോഗവുമില്ലാത്ത സംവിധാനമാണെങ്കിൽ, എൻ്റെ അടുത്തുള്ള കായംകുളത്തെയൊക്കെ പോലെ അവിടെ വേറൊരു കൂട്ടം ആളുകൾ, ചെറുപ്പക്കാർ, അണികൾ രംഗത്ത് വന്ന് വളരെ ശക്തമായി അതിന് പിന്തുണ നൽകി, അതിന് നേതൃത്വം നൽകുന്നൊരു സ്ഥിതി വന്നു. CPMൽ ഇന്ന് വരെ ഇല്ലാത്തതുപോലെ 3-4 പ്രമുഖരായ ആളുകൾ ബദൽ സ്ഥാനാർത്ഥികളായി രംഗത്ത് വന്നു. നമ്മൾ ഓർക്കേണ്ടത്, ഇലക്ഷൻ 1 വർഷം മുമ്പ് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ G. സുധാകരൻ UDF പാളയത്തിലിരുന്ന് SFI ക്രിമിനലുകളാണ് എൻ്റെ സഹോദരനെ കൊല്ലുന്നതിന് അരങ്ങൊരുക്കിയത് എന്ന് പറയുമെന്ന് നമ്മൾ വിശ്വസിക്കുമോ? കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ ആവുമെന്ന് വിശ്വസിക്കുമോ? ശശി, പിണറായി വിജയൻ സഖാവിൻ്റെ സ്വന്തമായിരുന്ന ശശി UDF സ്ഥാനാർത്ഥിയായി വരികയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ ശബ്ദമുയർത്തുകയാണ്. ഈ സംഗതികളൊക്കെയും പാർട്ടി മിഷനറിയെ വേറൊരു രൂപത്തിലേക്കാക്കി. പലയിടങ്ങളിലും ബൂത്തുകളിൽ സ്ഥാനാർത്ഥികൾ മാനേജ് ചെയ്ത് കൊടുത്തതല്ലാതെ പാർട്ടിക്ക് കൊടുക്കാൻ ഫണ്ടില്ലാതെയായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ഒരുപാട് ഫണ്ട് കോമണായി PR-ന് വിനിയോഗിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന് പ്രതിരോധിക്കുന്നെങ്കിൽ ആ പ്രതിരോധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വികസനവും നമ്മൾ ചർച്ച ചെയ്ത മലയാളിയൊക്കെ അങ്ങനെ വികസനം നമ്മൾ സാറിന് പറയാറില്ലേ, ചില ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുത്തത് കെ കരുണാകരനാണ്. പക്ഷേ അവരാണ് ഈ പറയുന്നത് പോലെ അവരെ തോൽപ്പിക്കുന്നതും. എൻ്റെ അടുത്ത് ചവറയിൽ തന്നെ ബേബി സാറുള്ളിടത്തോളം കാലം 2 കമ്പനികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു IRE മണ്ണ് കമ്പനിയും, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡോ വേറെ ഫാക്ടറികളോ കോളേജ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് കോളേജ് പേരിനുണ്ട് എന്നുള്ളതിന് കഴിഞ്ഞു വേറെ വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല. പക്ഷേ ഒരുപാട് സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഷിബു ബേബി ജോൺ. തോറ്റുപോയി. അപ്പോൾ അങ്ങനെയാണ് മലയാളി. അപ്പോൾ പിന്നെ പ്രതിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിരോധിക്കാൻ എത്രത്തോളം MLA-മാർക്ക് കഴിയും എന്നെനിക്കറിയില്ല. ഈ പറഞ്ഞ അവരുടെ ഇടപെടൽ കൊണ്ട് ചില MLA-മാർക്കൊക്കെ ജനകീയത കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ടുണ്ടെങ്കിൽ എന്നുള്ളതിനപ്പുറത്ത് ഈ കാറ്റിനെ ആർക്ക് അതിജീവിക്കാൻ കഴിയും എന്ന് വോട്ടെണ്ണുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. UDF പാളയത്തിലും ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. ചില വിമതരായ ആളുകളെ ഏറ്റെടുക്കേണ്ടതില്ലായിരുന്നു എന്ന് പറയുന്ന അനുയായികളുണ്ട്. പിന്നെ UDFൽ കേന്ദ്ര നേതൃത്വം വളരെ ഫലപ്രദമായി ബൂത്തുകളിലേക്ക് ഫണ്ടെത്തിക്കുന്നതിൽ, കേന്ദ്ര നേതാക്കളെ എത്തിക്കുന്നതിൽ, റിബലുകളെ എല്ലാം പിൻവലിക്കുന്നതിൽ കോൺഗ്രസ്സിൽ വലിയ കാർമേഘം ഉരുണ്ടുകൂടിയതാണ്. പഴയ KPCC അധ്യക്ഷൻ എന്തൊക്കെയോ നിൽക്കാൻ പോകുന്നു, എതിർക്കുന്നു, വലിക്കുന്നു, ഇതെല്ലാം അവസാന നിമിഷം സെറ്റിൽ ചെയ്യപ്പെട്ടു. എന്ന് മാത്രമല്ല ആർക്കും ഒന്നും എതിരെ പറയാൻ കഴിയാത്ത ഒരു വികാരം, അണികളിൽ ഒരു വിജയത്തിൻ്റെ ദാഹമുണ്ടായി. ആ സംഗതികളൊക്കെയാണ് അവിടെയുള്ളത്. പിന്നെ വ്യക്തിപരമായി മണ്ഡലങ്ങളിൽ നിന്ന സ്ഥാനാർത്ഥികൾ ചിലവരുടെ കഴിവ് കൊണ്ടോ ഒക്കെ എത്രമേൽ ഇതിനെ പ്രതിരോധിക്കാനാവും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യതയില്ല. പക്ഷേ പ്രവചനങ്ങളും പറച്ചിലുമെല്ലാം ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ സൂചനയാണ്. അത് ഭരണമാറ്റത്തിൻ്റേതുമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.